എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ഫോറസ്റ്റുകാർ, പിന്നെ കുറേ ഓഞ്ഞ പ്രകൃതി സ്നേഹികൾ, കുറേ അളിഞ്ഞ കർഷക സംഘടനക്കാർ, ഇവരൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാര്യം പറയാൻ പോകുന്നത്. കേരളത്തിൽ മൊത്തം 96 ലക്ഷം ഏക്കർ സ്ഥലമാണ് കേരളത്തിലുള്ളത്. ഇതിനകത്ത് വനമെന്ന് പറയുന്നത് 28.5 ലക്ഷം ഏക്കറാണ് വനമുള്ളത്. ഇനി പ്ലാന്റേഷൻ ഏരിയ, അതായത് നമ്മുടെ എസ്റ്റേറ്റുകൾ, റബ്ബർ, തേയില, ഏലം, കാപ്പി, അങ്ങനെയുള്ള പ്ലാന്റേഷൻ ഏരിയ എന്ന് പറയുന്നത് 18 ലക്ഷം ഏക്കർ. നെൽവയൽ 4.5 ലക്ഷം ഏക്കർ. തരിച്ചായിട്ട് കിടക്കുന്ന സ്ഥലം ഏതാണ്ട് 23,970, ഏതാണ്ട് 24,000 ഏക്കർ. ഇനി തീരദേശം എന്ന് പറയുന്നത് 10 ലക്ഷം ഏക്കർ. പുരയിടങ്ങൾ എന്ന് പറയുന്നത് 10 ലക്ഷം ഏക്കർ. ഗവൺമെൻറ്റിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ കിടക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് 11 ലക്ഷം ഏക്കർ. അപ്പോൾ എല്ലാം കൂടെ 82.25 ലക്ഷം ഏക്കറായി. ബാലൻസ് ഉള്ള 13.25 ലക്ഷം ഏക്കർ സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ 60 ഡാമുകളുടെ വെള്ളം കിടക്കുന്ന റിസർവോയർ ഏരിയ, പിന്നെ നദികൾ, തോടുകൾ, കായൽ, റോഡ്, പാലം, ആ വരുന്ന ഏരിയ എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ് ബാക്കി വരുന്ന 13 ലക്ഷം ഏക്കർ സ്ഥലം. ഇനി ജനങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 15 ലക്ഷം ഏക്കറിൽ താഴെ സ്ഥലമേ ഉള്ളൂ എന്നുള്ളത് സകല കർഷക സംഘടനയും സകല പരിസ്ഥിതി പ്രവർത്തകരും പ്രകൃതി സ്നേഹികളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റുകാരും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊതുജനം മുഴുവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 15 ലക്ഷം ഏക്കറിൽ താഴെ സ്ഥലമേ ഉള്ളൂ മനുഷ്യൻ താമസിക്കുന്നത് കേരളത്തിൽ, ഓരോ മലയാളിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 3.5 കോടി മലയാളികൾക്ക് ഓരോ ആൾക്ക് നോക്കിയാൽ 4.2 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. 5 സെൻറ്റ് സ്ഥലം പോലും ആളോഹരി മനുഷ്യൻ താമസിക്കുന്നത് കേരളത്തിലില്ല. ഇതാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾക്ക് ആവശ്യമായതിലധികം ഓക്സിജൻ ഇവിടുത്തെ വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 96 ലക്ഷം ഏക്കറിൽ 61.69 ലക്ഷം ഏക്കറിലും വൃക്ഷങ്ങൾ അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞതാണ് കേരളം. അന്തരീക്ഷത്തിൽ നിന്ന് താഴോട്ട് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഈ 96 ലക്ഷം ഏക്കറിൽ 61.69 ലക്ഷം ഏക്കറും പച്ചപ്പ് നിറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പച്ചപ്പ് നിറഞ്ഞിടം എല്ലാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 96 ലക്ഷം ഏക്കറിൽ 61.69 ലക്ഷം ഏക്കറും ഈ പച്ചപ്പ് നിറഞ്ഞതാണെങ്കിൽ ഇനിയും കേരളത്തിൽ വനഭൂമി ഉണ്ടാക്കണം എന്ന്, അല്ലെങ്കിൽ വനഭൂമി വികസിപ്പിക്കണം എന്നത് ആരുടെ നയമാണ്? അതാർക്ക് വേണ്ടിയാണ്? ഒന്നാമത്തെ ചോദ്യം അത്. പൊതുജനം ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത്രയും അവസ്ഥയിൽ ഇവിടെ വൃക്ഷങ്ങളും പച്ചപ്പും ഉണ്ടെങ്കിൽ ഇനിയും കേരളത്തിലെ ജനത്തിൻ്റെ മുതുകത്തോട്ട് വന്യമൃഗങ്ങളെ കയറ്റിവിട്ടിട്ട് ഇവിടെ വനഭൂമി ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടി? ഇവിടെ കിടന്ന് പരിസ്ഥിതി പ്രവർത്തകർ കിടന്ന് മിണയ്ക്കുന്നത് ആർക്കു വേണ്ടി? ഇവിടുത്തെ കർഷക സംഘടന ചിലതൊക്കെ കിടന്ന് മിണയ്ക്കുന്നത് ആർക്കു വേണ്ടി? ഇനി അടുത്തത്, നമ്മുടെ വായുവിൻ്റെ, അന്തരീക്ഷ വായുവിൻ്റെ 78% നൈട്രജനാണ്, 16.40% ഓക്സിജനാണ്, 4.4% കാർബൺ ഡൈ ഓക്സൈഡാണ്, 1% ചില്ലറ വാതകങ്ങൾ, ഹൈഡ്രജന്, ആർഗന് ഒക്കെയാണ് ഈ വായുവിനകത്ത് ഉള്ളത്. ഇനി നമ്മളുടെ അന്തരീക്ഷ വായുവിലെ 16.4% ഓക്സിജനിൽ 20 മുതൽ 30% മാത്രമേ ലോകത്ത് വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതായത് ആകെ വായുവിനകത്തുള്ള 16.4% ഓക്സിജനിൽ ഏതാണ്ട് 20 മുതൽ 30% മാത്രമേ ലോകത്ത് മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. കേരളത്തിലെ പരിസ്ഥിതിവാദികളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും കേരളത്തിലെ ഫോറസ്റ്റുകാർക്ക് പിന്നെ ഇതറിയാം, അവർ മിണ്ടാത്തതാണ്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ആകെയുള്ള ലോകം മുഴുവനുള്ള വായുവിൻ്റെ അതിനകത്തുള്ള ഓക്സിജൻ്റെ 20 മുതൽ 30% മാത്രമേ വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി എവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇത് പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് മൂടി വച്ചിരിക്കുക. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് നമ്മളുടെ പ്രകൃതിയിൽ ചുറ്റിവട്ടം നിൽക്കുന്ന ഓക്സിജനിൽ 20 മുതൽ 30% വരെ വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബാക്കി 70 മുതൽ 80% വരെ കടലിലുള്ള സൂക്ഷ്മ സസ്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. കടൽ പായലുകളും ഉൾപ്പെടുന്ന സൂക്ഷ്മ സസ്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു ദിവസം 12 കിലോ വായു വലിച്ചു കയറ്റും.
ഈ വലിച്ചു കയറ്റുന്ന വായുവിനകത്ത് അവൻ എടുക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് 1.17 കിലോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ 1 കിലോയും 200 ഗ്രാമും ഓക്സിജനെ ഒരു ദിവസം മനുഷ്യനെടുക്കുന്നുള്ളൂ. ഒരു മനുഷ്യൻ വലിച്ച് തള്ളിക്കളയുന്നത്, വലിക്കുന്നത് 12 കിലോ വലിച്ചാലും അതിനകത്തുനിന്ന് ഉപയോഗിക്കുന്ന ഒരു കിലോയും 200 ഗ്രാം ഓക്സിജൻ വലിച്ചിട്ടാണ് അവൻ കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലോട്ട് വിടുന്നത്. അതായത് 30 ഇഞ്ച് വണ്ണമുള്ള ഒരു മരം ഒരു ദിവസം 1 കിലോയും 200 ഗ്രാമും ഓക്സിജൻ ഉണ്ടാക്കി വെളിവിടും. 30 ഇഞ്ച് വണ്ണമുള്ളത്. ഈ 30 ഇഞ്ച് വണ്ണമുള്ള മരങ്ങൾ വെക്കാത്ത, ഒരു മരം പോലും വെക്കാത്ത കുറേ അലഞ്ഞ പ്രകൃതി സ്നേഹികളാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത് വിഷയമായിട്ട്. WHO കണക്ക് പ്രകാരം മനുഷ്യർക്ക് മരം കൊണ്ട് മാത്രം ഓക്സിജൻ ആവശ്യത്തിന് കിട്ടത്തില്ല. ആവശ്യത്തിന് ഓക്സിജൻ കിട്ടേണ്ടതിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് സമുദ്രമാണ്. കേരളത്തിൽ മാത്രം വനം വന്നാൽ ഈ കാര്യം നടക്കുമോ? നടക്കുകയില്ല. അപ്പോൾ വർഷം വനത്തിൽ നിന്ന് ഫോറസ്റ്റുകാർ വെട്ടി വിൽക്കുന്ന മരങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ഒരിക്കലും ഫോറസ്റ്റുകാർ പറയുന്നില്ല. അതെത്രയാണെന്ന് അവർ പുറത്തു വിട്ട കണക്ക്. ഒരു വർഷം എത്ര മരങ്ങൾ, ഈ മരങ്ങളുണ്ടെങ്കിലേ ഇവിടുത്തെ ഓക്സിജൻ്റെ ബാലൻസ് നിൽക്കുകയുള്ളെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഒരു വർഷം വനത്തിൽ നിന്ന്, ഫോറസ്റ്റിൽ നിന്ന് എത്ര വൃക്ഷം വെട്ടി വിൽക്കുന്നുണ്ടെന്നുള്ള കണക്ക് വെളിവിടട്ടെ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് തേക്ക് നടുന്നത്? ഈ തേക്ക് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ ഇല്ലെന്നാക്കും. പണ്ട് വനത്തിലുണ്ടായിരുന്ന മാവ്, പ്ലാവ്, മുള, ഈറ്റ, വലിയ ബോധപ്പുല്ല്, ഇങ്ങനെയുള്ള തീറ്റ സാധനങ്ങൾ വനത്തിലുണ്ടായിരുന്നു. വനത്തിലെ ഈ സസ്യങ്ങൾ ഭക്ഷിക്കുന്ന ജീവികൾക്ക് ആവശ്യമായ തീറ്റ സാധനങ്ങൾ വനത്തിലുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് തേക്കും പിന്നെ യൂക്കാലിപ്പിക്സും അക്കേഷ്യയും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ വെക്കുമ്പം ഇതൊന്നും മൃഗങ്ങൾക്ക് തീറ്റയാകുന്ന വൃക്ഷങ്ങളല്ല. എന്തിനായി വനഭൂമിക്കകത്ത് ഫോറസ്റ്റുകാർ കയറി തേക്കും ഇങ്ങനെയുള്ള വൃക്ഷങ്ങളും വെക്കുന്നത്? വനമാണ് ഉദ്ദേശമെങ്കിൽ വായുവിൻ്റെ മലിനീകരണം മാറ്റാനായിട്ട് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചിട്ട് ഓക്സിജനായി എടുക്കുന്നെങ്കിൽ എന്തിനാ തേക്ക് വെക്കുന്നത്? ഈ വന്യമൃഗങ്ങൾക്ക് ആഹാരം കിട്ടുന്ന രീതിയിലുള്ള വൃക്ഷങ്ങൾ അങ്ങ് വെച്ചാലും വായുവിൻ്റെ കാര്യം നടക്കുമല്ലോ. പിന്നെ എന്തിനായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തേക്കും അക്കേഷ്യയും യൂക്കാലിപ്പിക്സും ഒക്കെ വെക്കുന്നത്? അതിൻ്റെ പുറകെ ഭയങ്കര ഗൂഢമായ ഉദ്ദേശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ, അതായത് മൃഗങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിലുള്ള വൃക്ഷങ്ങൾ അങ്ങ് വെക്കാമെങ്കിൽ ഇതുങ്ങൾ അതിനകത്ത് നടന്നോളും. അതില്ലാതെ വരുമ്പോഴല്ലേ ഈ മൃഗങ്ങളെല്ലാം കൂടെ നാട്ടിലോട്ട് ഇറങ്ങുന്നത് തീറ്റയ്ക്ക് വേണ്ടി. ഈ ആനയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ആന, കാട്ടുപോത്ത്, മ്ലാവ് ഇങ്ങനെയുള്ളതൊക്കെ ഇറങ്ങി വരുന്നത് വനത്തിനകത്ത് തീറ്റയില്ലാത്തതുകൊണ്ടാണ്. ഈ തീറ്റയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയതാരാ? ഇവിടുത്തെ ഫോറസ്റ്റുകാരാണ് ഉണ്ടാക്കിയത്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഉണ്ടാക്കിയത്. ഇതിന് ഓഞ്ഞ കുറേ പ്രകൃതി സ്നേഹികളും കൂട്ടുനിന്നു. കുറച്ച് കർഷക സംഘടനകളും ഇതിൻ്റെ പുറകിൽ നിന്നൊക്കെ പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ നാറിയ പ്രകൃതി സ്നേഹികളും ഉളുപ്പില്ലാത്ത കുറേ കാർബൺ ഫണ്ടിൻ്റെ രഹസ്യ ഫണ്ട് മേടിക്കുന്ന കുറേ കർഷക സംഘടനകളും നാറികളും എല്ലാം കൂടെ ചേർന്ന് ഈ മനുഷ്യനിട്ട് പണിയുന്നത്. ഇപ്പോൾ ആണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ വെച്ച് പിടിപ്പിച്ച മരം പോലും മുറിക്കാൻ പറ്റുകയായിരുന്നു. മാർച്ച് പകുതിക്കങ്ങാണ്ട് അത് അവധി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യൻ നമ്മൾ പറമ്പിൽ വെച്ചിരിക്കുന്ന മരങ്ങൾ പോലും ഇനി മുറിക്കാൻ മേലാത്ത അവസ്ഥയിലാവുന്നു. മനുഷ്യനോ മൃഗങ്ങളോ ശ്വസിച്ചത് കൊണ്ടല്ല അന്തരീക്ഷ വായുവിൽ ഓക്സിജന് കുറവ് വരുന്നത്. ഓക്സിജന് കുറവ് വരുന്നത് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ, അത് പെട്രോൾ വരാം, ഡീസൽ വരാം, മണ്ണെണ്ണ വരാം, കൽക്കരി വരാം, ഇങ്ങനെയുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ 14 മുതൽ 15 വരെ കിലോ ഓക്സിജൻ 1 ലിറ്ററോ 1 കിലോയോ കത്തുമ്പം ഓക്സിജൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ 2 വീലറുകളിൽ 26 കോടിയുണ്ട്. കാറും വലിയ വാഹനങ്ങളും 3.54 കോടിയുണ്ട്. 3.54 കോടി. 3.54 ലക്ഷത്തോളം കാറും ലോറിയും ബസ്സും എല്ലാം കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ഒരു ദിവസം 56.6 ലക്ഷം ബാരൽ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 56.6 ലക്ഷം ഇൻറ്റു 159 കൊണ്ട് ഗുണിക്കുമ്പോൾ 90 കോടി കിലോ ഇന്ധനം ഒരു ദിവസം കത്തുന്നുണ്ട്. 90 കോടി കിലോ ഇന്ധനം ഒരു ദിവസം കത്തുമ്പം 1350 കോടി കിലോ ഓക്സിജൻ ഡെയിലി കത്തുന്നുണ്ട്. വർഷം ഏതാണ്ട് 5 ലക്ഷം കോടി കിലോ ഓക്സിജൻ ഫാക്ടറികളും വാഹനങ്ങളിലൂടെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നത്, ഈ പെട്രോളിനകത്തും ഡീസലിനകത്തും മണ്ണെണ്ണയ്ക്കകത്തും കൽക്കരിക്കകത്തും ഈ ഫാക്ടറിയുടെ ലാഭത്തിനകത്തും ഒക്കെ ഒരു കാർബൺ ഫണ്ടുണ്ട്. ആ ഫണ്ട് എന്തിയേ? കേരളത്തിലെ രാഷ്ട്രീയക്കാരോട് ചോദിക്കട്ടെ, ആ ഫണ്ട് എന്തിയേ? ഓരോ തുള്ളി പെട്രോൾ അടിക്കുമ്പോഴും അതിനകത്തുനിന്ന് മേടിക്കുന്ന ആ ഫണ്ട് എന്തിയേ? കാർബൺ ഫണ്ട് എന്തിയേ? ഡീസലിനകത്തുനിന്ന് മേടിക്കുന്ന കാർബൺ ഫണ്ട് എന്തിയേ? ഫാക്ടറികളുടെ ലാഭത്തിനകത്തുനിന്ന് മേടിക്കുന്ന ടാക്സുകൾക്കകത്തുനിന്നൊക്കെ മേടിക്കുന്ന കാർബൺ ഫണ്ട് എന്തിയേ?
വിദേശത്തുനിന്ന് വരുന്ന കാർബൺ ഫണ്ട് എവിടെയാ? അതെന്തു ചെയ്തു? ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കുറച്ച് ഓഞ്ഞ പ്രകൃതി സ്നേഹിക്കാരും ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് തന്നെ 15 ലക്ഷം ഏക്കറിൽ താഴെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ 4.2 സെൻറ്റ് സ്ഥലമേ ആളോഹരി ഇപ്പോൾ ഉള്ളൂ. അതിനകത്തൊന്നും കൂടെ മനുഷ്യനെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ മലയാളികൾ എവിടെ പോയി ജീവിക്കും? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പം തന്നെ നമ്മുടെ 3.5 കോടി ജനത്തിന് ഇവിടെ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയ വെച്ച് കണക്ക് കൂട്ടിയാൽ ഓഹരിക്ക് 4.2 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഇനിയും വനവും കൂടെ വൽക്കരിച്ച് കഴിഞ്ഞാൽ ഈ ജനം എവിടെ പോയി ജീവിക്കും? എവിടെ പോയി ജീവിക്കും? അത് നിങ്ങൾ തന്നെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് കാണുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരോടും ഫോറസ്റ്റുകാരോടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടും ഇവിടുത്തെ പ്രകൃതി സ്നേഹികളോടും ഇവിടുത്തെ അളിഞ്ഞ കർഷക സംഘടനകളോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ 4.2 സെൻറ്റ് സ്ഥലം ഓഹരി ഉള്ളിടത്ത് ഇനിയും ഇത് വനം ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നാൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കും? എന്തുകൊണ്ട് ഫോറസ്റ്റുകാർ ഈ തേക്കും അക്കേഷ്യയും യൂക്കാലിപ്റ്റസും വെക്കാതെ മൃഗങ്ങൾക്ക് തീറ്റ കിട്ടുന്ന വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നില്ല? അതുകൊണ്ടല്ലേ അതുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്? എന്തൊരക്രമമായത്! അവസാനം വന്ന് 4.2 സെൻറ്റ് സ്ഥലം ഉള്ളതിനകത്തുനിന്ന് ഇനിയും ചുരുക്കിയ മനുഷ്യൻ എവിടെ ചെന്ന് ജീവിക്കും എന്ന് സമൂഹത്തോട് ചിന്തിക്കാനും ചോദിക്കാനും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.